ജില്ലയിൽ റേഷൻ പ്രതിസന്ധി രൂക്ഷമായ ഒരു സാഹചര്യം. റേഷൻ വാങ്ങാൻ എത്തുന്നവർ പലരും സാധനങ്ങൾ ഇല്ലാത്തതിനാൽ മടങ്ങിപ്പോകുന്ന കാഴ്ച. 2 ദിവസത്തേക്ക് കൂടിയുള്ള സാധനങ്ങൾ മാത്രമാണ് പല കടകളിലും ഉള്ളത്. അനഘ ഹർഷൻ ചേരുകയാണ് അവിടെ നിന്നും തത്സമയം. അനഘ, തീർച്ചയായും ഈ റേഷൻ പ്രതിസന്ധി കൂടുതലും ബാധിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളെയാണ് എന്ന് നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ ഭരണകൂടം, സർക്കാർ മൗനം പാലിക്കുന്നു, പ്രതിസന്ധി ഇല്ല എന്നാണ് ഭക്ഷ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. കോഴിക്കോട്ടെ കാഴ്ചയാണ് ഇപ്പോൾ അനഘ നൽകാനൊരുങ്ങുന്നത്. തീർച്ചയായും അനു, വാതിൽപ്പടി വിതരണ കരാറുകാരുടെ കുടിശ്ശിക കൊടുക്കാവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിശ്ശിക കൊടുക്കാത്തതിനെ തുടർന്ന് അവർ സമരം പ്രഖ്യാപിച്ചിരുന്നു. ആ സമരം ഇപ്പോൾ 2 ആഴ്ച പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് കുടിശ്ശിക കൊടുക്കാം എന്ന് മാത്രമാണ് സർക്കാർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ദിവസങ്ങളായി കോഴിക്കോടുള്ള പല റേഷൻ കടകളിലും സാധനങ്ങൾ കിട്ടാനില്ല. സാധനം വാങ്ങാൻ എത്തുന്ന പലരും ഈ റേഷൻ കടയിൽ സാധനം ഇല്ലാത്തതിനെ തുടർന്ന് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അനു, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ചാലപ്പുറത്തുള്ള ഒരു റേഷൻ കടയിലാണ്. ഈ റേഷൻ കടയെ സംബന്ധിച്ച് നിറയെ സാധനങ്ങളുള്ള പച്ചരിയും മണ്ണെണ്ണയും പഞ്ചസാരയും ഒക്കെ നിറയെ ഇവിടെ ചാക്ക് കണക്കിന് അട്ടിക്കട്ടിക്കായി ഉണ്ടായിരുന്ന ഒരു റേഷൻ കടയാണ്. പക്ഷെ ഈ റേഷൻ കടയിലെ സാധനങ്ങൾ ഇനി 2 ദിവസം മാത്രം ഈ റേഷൻ വരുന്നവർക്ക് കൊടുക്കാനുള്ള സാധനം മാത്രമാണ് ഈ റേഷൻ കടയിൽ ഉള്ളത് എന്നാണ് റേഷൻ കടക്കാരൻ പറയുന്നത്. മാത്രമല്ല, ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ എത്തിയ, നമ്മൾ അല്പം മുമ്പ് ഇവിടെ എത്തിയ ആളുകളൊക്കെ തന്നെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഈ റേഷൻ കടയിൽ സാധനങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥ. എത്രത്തോളം സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയുള്ള ഒരവസ്ഥ. ഈ റേഷൻ കടയിലെ റേഷൻ വിതരണക്കാരൻ നമ്മളോട് സംസാരിക്കുകയാണ്. എന്താണ് ചേട്ടാ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറയെ സാധനങ്ങളുള്ള ഒരു റേഷൻ കടയായിരുന്നു. ഇപ്പോൾ 2 ദിവസം മാത്രമുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്താണ് നിങ്ങളുടെ പ്രതിസന്ധി? വാതിൽപ്പടി സമരം കൊണ്ട് ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ല. ഇനി അവിടുത്തെ ആ സമരം കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായിട്ട് വിതരണം നടത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉള്ളത് എൻ്റെ അടുത്ത് ഏകദേശം ഒരു 2 ദിവസം കൂടിയും വിതരണം ചെയ്യാനുള്ള അരി സ്റ്റോക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ലെങ്കിൽ വിതരണം ആകെ സ്തംഭിക്കും. അത് തന്നെയാണ് അനു, 2 ദിവസത്തെ സ്റ്റോക്ക് മാത്രമാണ് ഈ കടയിലുള്ളത്. ഇത് കോഴിക്കോട്ടെ ഒരു റേഷൻ കടയിലെ മാത്രം സംഭവമല്ല. ഈ കോഴിക്കോട് ജില്ലയിലെ പല റേഷൻ കടകളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. പച്ചരിയും അരിയും ഒന്നും തന്നെ കിട്ടാതെ വാങ്ങാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന സാധാരണക്കാരുണ്ട്. നമുക്കറിയാം, ഏറ്റവും സാധാരണക്കാർ, സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് റേഷൻ കടയിൽ എത്തുന്നതും റേഷൻ വാങ്ങി പോകുന്നതുമൊക്കെ. അവരെയാണ് ഈ സമരം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ഒന്നുമല്ല, 100 കോടി രൂപയാണ് ഈ വാതിൽപ്പടി കരാർ വിതരണക്കാർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. അത് ഇത്രയധികം ആഴ്ചകളോളം ഈ സമരം നീണ്ടുപോയപ്പോൾ പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഒരക്ഷരം സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ആർക്കും കുഴപ്പമില്ല, സംസ്ഥാനത്തെ റേഷൻ കടകളിലൊക്കെ സാധനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ സമൂഹത്തിന്റെ സ്ഥിതി, അല്ലെങ്കിൽ റേഷൻ കടകളുടെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ലെന്ന് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് മാത്രമാണ്. പക്ഷെ 100 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. അതിൽ എത്ര കൊടുക്കും, അത് മുഴുവൻ കൊടുക്കുമോ, അല്ലെങ്കിൽ അതൊരു വാഗ്ദാനമായി മാത്രം മാറുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടി വരും. എന്തായാലും നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ റേഷൻ കടകളുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. ഇനി പലയിടങ്ങളിലും റേഷൻ സാധനങ്ങൾ തീർന്നിട്ടുണ്ട്. 2ഓ 3ഓ ദിവസം, അതിൽ കൂടുതൽ വിതരണം ചെയ്യാനുള്ള സാധനങ്ങളൊന്നും പല റേഷൻ കടകളിലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്ന് എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടി വരും. സാധാരണക്കാർ പ്രതിസന്ധി നേരിടുന്നു, അതോടൊപ്പം തന്നെ ഈ റേഷൻ കടക്കാരും. കാരണം പലരും വാടക കെട്ടിടങ്ങളിലൊക്കെയാണല്ലോ ഈ കടകൾ നടത്തിപ്പോരുന്നതും. തീർച്ചയായും അനു, അതായത് പല റേഷൻ വ്യാപാരികളും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കടയ്ക്ക് വാടക കൊടുക്കണം, മാത്രമല്ല ഈ റേഷൻ വാങ്ങാൻ വരുന്ന സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവനാണ് അവരോട് സാധനങ്ങൾ ഇല്ല എന്ന് പറയേണ്ട ഏറ്റവും ഒരു അവസ്ഥ. അതിലൂടെയാണ് ഈ സംസ്ഥാനത്തുള്ള, അല്ലെങ്കിൽ ഈ ജില്ലയിലുള്ള പല റേഷൻ കട നടത്തുന്നവരും ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഈ വിഷയം ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരാണ് ഈ റേഷൻ കടയെ ആശ്രയിക്കുന്നത്. അവരെയാണ് സർക്കാരിന്റെ ഈ പിടിപ്പ് കേടുകൊണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിടിപ്പ് കേടുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം കടന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടലും ഈ വിഷയത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇത് 1ഉം 2ഉം ദിവസമായിട്ടുണ്ടായ സംഭവമല്ല. ആഴ്ചകളോളം ഇത്തരത്തിൽ ഈ വാതിൽപ്പടി കരാറുകാർ സമരത്തിലേക്ക് ഉണ്ടായിരുന്നു. അവർ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോടുള്ള സഹായം
മാത്രമല്ല ചോദിക്കുന്നത്, അവർ ചെയ്തിരിക്കുന്ന ജോലിയുടെ കൂലിയാണ്, അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന അവരുടെ അധ്വാനത്തിന്റെ പണമാണ് അവർ ചോദിക്കുന്നത്. അതാണ് സർക്കാർ നൽകാതെ അവർ ഈ ദൃശ്യങ്ങൾ പ്രതിസന്ധി ഇല്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൂടി വയ്ക്കുകയാണ്. ഇത് കോഴിക്കോട് നിന്നുള്ള കാഴ്ച. സമാനമായ കാഴ്ച തന്നെയാണ് മറ്റ് റേഷൻ കടകളിലും ഉള്ളത്.